സുപ്രീം ഫ്ലോക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സോയ ചങ്ക്സ് വെച്ച് ബീഫ് വറക്കുന്നത് പോലെ ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ചെയ്താലോ? ഞാനതിനായിട്ട് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് ഈ സോയ ചങ്ക്സ് ഇട്ട് നമുക്കൊന്ന് ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വെള്ളമായതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്കത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അത് ഒരുവിധം നമുക്കൊന്ന് ഇളക്കി അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ആ വെന്ത സോയ ചങ്ക്സ് നമുക്ക് ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് ഊറ്റിയെടുക്കാം. ഇത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അത് ഞാൻ ഊറ്റിയെടുത്തത് നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. മൊത്തം ഓരോന്നായിട്ട് നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയണം. അതിനകത്ത് ഈർപ്പവും കാണും. അപ്പോൾ അതെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് മുഴുവനുമായിട്ട് അത് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഞാനത് തയ്യാറാക്കേണ്ട ഒരു പാനടുപ്പ് വെച്ച് നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നാലേ ആ ബീഫ് പോലെ തന്നെ കിട്ടും. ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. കുട്ടികൾക്കൊക്കെ പറക്കി തിന്നും. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇതൊന്ന് ചെയ്യാൻ പോവുകയാണേ. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് ആ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഇട്ട് അത് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏലക്കായും 2 ഗ്രാമ്പും ഒരു പട്ടയും ഒക്കെ നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് എടുക്കണം. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിട്ട് ഒരുമിച്ചിത് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെരുംജീരകവും കൂടെ ചേർക്കണം. പെരുംജീരകവും കൂടെ ചേർത്ത് ഇതും ഒരുമിച്ച് നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് നല്ലതുപോലെ ഈ തേങ്ങാക്കൊത്തുമൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇതെല്ലാം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു 2-3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ആ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിനോട് ചേർത്ത് തന്നെ മിക്സ് ചെയ്യാണ്. നല്ലതുപോലെ ഈ സവാള മൂത്തെങ്കിൽ മാത്രമേ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ഇതിനകത്ത് ചേർത്ത് ഫ്രൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കണം. ഇത് ഇച്ചിരി സമയമെടുക്കും, കാരണം ഈ ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് വരണ്ടേ. അപ്പം ഞാൻ 2-3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്ത് ഇത് ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം ഇത് തന്നെ ആയി. അപ്പോൾ ഇനി നമുക്കതിൻ്റെ പൊടിയൊക്കെ ചേർക്കാം. തീയൊക്കെ കുറച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത്തിരി എരിവ് വേണമല്ലോ. നല്ലപോലെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം അതും ഒരു 1-1.5 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് ഈ മൂത്ത ആ ഉള്ളിയിൽ തന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് മുഴുവനും ഒന്ന് മിക്സ് ആവട്ടെ. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരുന്ന ആ സോയ ചങ്ക്സിനകത്തോട്ട് നമുക്ക് ചേർക്കാം. എല്ലാം ഒന്ന് ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് മിക്സാക്കാം. അപ്പം ഈ ഗ്രേവിക്കായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേകണം. കാരണം ഈ സോയ ചങ്ക്സും കൂടെ വേകേണ്ടുന്നത് കൊണ്ട് നമുക്ക് അല്പം ഉപ്പും ഇട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സോയ ചങ്ക്സ് ചേർക്കാം. ഈ സോയ ചങ്ക്സ് കൂടെ ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഈ അരപ്പെല്ലാം ഇതിനകത്ത് പിടിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ ചേർത്ത്, കാരണം ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല, ഇതിനോട് മിക്സ് ആവേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അത് മൊത്തത്തിൽ ഇളക്കി എല്ലായിടും അരപ്പ് പിടിക്കട്ടെ. മസാലക്കൂട്ട് എല്ലായിടവും പിടിച്ച് നല്ലതുപോലെ ഇതിനകത്ത് ഒന്നും കൂടെ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി റെഡിയാക്കി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും രുചിയാണ്. പിള്ളേരൊക്കെ പറക്കി തിന്നോളും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.